എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ വിനീത നമസ്കാരം. എല്ലാവർക്കും ശുഭദിനം നേരുന്നു. അതോടൊപ്പം ഉണ്ണിക്കണ്ണൻ്റെ കൃപാകടാക്ഷം അനുസ്യൂതം എല്ലാവരിലേക്കും ഒഴുകി വരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഓം നമോ നാരായണായ. ഇന്ന് നമുക്ക് 8ാമത്തെ ദശകം നോക്കാം. അതിനു മുമ്പ് 7ാമത്തെ ദശകത്തിൽ എന്താണ് പറഞ്ഞു നിർത്തിയതെന്ന് ഒന്നുകൂടി നമുക്ക് ഓർമ്മിക്കാം. 7ാം ദശകത്തിൽ ഭഗവാൻ ആ ത്രിഗുണാത്മകം, അതായത് സത്വരജസ് തമോ ഗുണാത്മകമായ, അതുപോലെ തന്നെ സ്ഥൂലവുമായ വിരാട് പുരുഷ രൂപം സ്വീകരിച്ചതിന് ശേഷം സത്വം രജസ് ഈ 2 ഗുണങ്ങൾ മാത്രമുള്ള ബ്രഹ്മാവിൻ്റെ ഒരു സൂക്ഷ്മമായ സ്വരൂപം സ്വീകരിച്ചിട്ട് സൃഷ്ടി ചെയ്യാൻ മുതിർന്നു. അപ്പോൾ ആ ബ്രഹ്മാവ് എന്ന് പറഞ്ഞാൽ ഈ 14 ലോകങ്ങളുടെ രൂപത്തിൽ, ആ വിരാട് രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട സാക്ഷാൽ വിഷ്ണു ഭഗവാൻ, ആ ബ്രഹ്മാവാണ്. ആ വിഷ്ണു ഭഗവാൻ അവതരിച്ചിരിക്കുകയാണ് ബ്രഹ്മാവായിട്ട് സ്വയം. എന്നിട്ടാണ് സ്വയം ഇങ്ങനെ സൃഷ്ടി ചെയ്യണമെന്ന് ആഗ്രഹിച്ചത്. അപ്പോൾ ആ 3 ലോകം, അതായത് ഭൂലോകം, പാതാളം, സ്വർഗലോകം, ഈ 3 ലോകം ആ ബ്രഹ്മാവിനെ വിരാട് പുരുഷൻ്റെ ജീവാത്മാവായ ഹിരണ്യഗർഭനെന്ന് വിളിച്ചു. ആ ഹിരണ്യഗർഭൻ രജോഗുണം കൂടുതൽ ഉള്ളവനായിട്ട്, അതായത് രജോഗുണം വർദ്ധിച്ചിട്ട് നാനാപ്രകാരത്തിലുള്ള സൃഷ്ടി നടത്തുവാൻ താല്പര്യപ്പെട്ടു. പക്ഷേ ഒന്നും ഓർമ്മ ഉണ്ടായില്ല. എന്ത് സൃഷ്ടിക്കണം, എങ്ങനെ സൃഷ്ടിക്കണം എന്നൊന്നും അറിയാൻ പാടില്ല. ദുഃഖിതനായിരിക്കുമ്പോൾ തപസ്സു ചെയ്യൂ എന്ന് ഒരു ശരീരി കേട്ടു. അതായത് ചിന്താകുലസ്തസ്തിവാൻ ബോധം ഖല്വനവാപ്യ വിശ്വവിഷയം ചിന്താകുലസ്തസ്തിവാൻ താവത്വം ജഗതാം പതേ തപതപേത്യേവം ഹി വൈഹായസീം എന്നാണ് പറഞ്ഞത്. ആ വൈഹായസീം, വിഹായസിൽ നിന്ന് ഒരു അശരീരി കേട്ടു. അപ്പോൾ ഭഗവാൻ, അതായത് ബ്രഹ്മാവ് നോക്കി, ദീക്ഷ അല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കി. കിമപ്യനീക്ഷിതവത, ഒന്നും കാണാഞ്ഞിട്ട് വാക്യാർത്ഥമുത്പശ്യത, എല്ലാം സ്വയം കണ്ടറിഞ്ഞു, ആലോചിച്ചറിഞ്ഞു ആ വാക്കുകളുടെ അർത്ഥം എന്താണെന്ന്. അപ്പോൾ മനസ്സിലായി. ബ്രഹ്മാവ് തന്നെ മനസ്സിൽ, അതായത് വിഷ്ണു ഭഗവാൻ തന്നെ മനസ്സിൽ ഒളിച്ചിരുന്നിട്ട് പറഞ്ഞു, തപതപേ എന്നുള്ളതിൻ്റെ അർത്ഥം തപസ്സു ചെയ്യും, നീ തപസ്സു ചെയ്യൂ എന്ന് ആണെന്ന് സ്വയം മനസ്സിലാക്കി. എന്നിട്ട് എത്ര വത്സരം തപസ് ചെയ്തു? 1000 സംവത്സരം, ദിവ്യ സംവത്സരം തപസ് ചെയ്തു അല്ലേ. 1000 ദിവ്യ സംവത്സരം തപസ് ചെയ്ത് തപസ്സിൻ്റെ അവസാനം എന്ത് ചെയ്തു? വൈകുണ്ഠലോകം കാണിച്ചു കൊടുത്തു ഭഗവാൻ അല്ലേ. വൈകുണ്ഠലോകത്തിലെ മനോഹരമായ കാഴ്ചകളെല്ലാം കാണിച്ചു കൊടുത്തു. അവസാനം ഭഗവാൻ സ്വയം പ്രത്യക്ഷനായിട്ട് ബ്രഹ്മാവിൻ്റെ മുമ്പിൽ വന്ന് നിന്നു. ലക്ഷ്മി ദേവിയെയും കാണിച്ചു കൊടുത്തു. ലക്ഷ്മി ദേവിയോടുകൂടി ഐശ്വര്യ സമൃദ്ധമായ മനോഹരമായ മിന്നിത്തിളങ്ങുന്ന വൈകുണ്ഠത്തിൽ ഇങ്ങനെ ഭഗവാനെ കണ്ടപ്പോൾ സംഭ്രമത്തോടുകൂടി, ഇത് ബ്രഹ്മാവ് ഒട്ടും പ്രതീക്ഷിച്ചില്ലല്ലോ. അപ്പോൾ അപ്രതീക്ഷിതമായിട്ട് കണ്ടപ്പോൾ സംഭ്രമത്തോടുകൂടി കാൽക്കൽ സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. എന്നിട്ട് ആ ബ്രഹ്മാവ് പറഞ്ഞു, ഭഗവാനെ, എനിക്ക് ആ അവിടുത്തെ ദ്വൈതരൂപത്തിൻ്റെ അറിവുണ്ടായാലേ സൃഷ്ടിക്ക് പ്രാപ്തനാവൂ ഞാൻ. അതുകൊണ്ട് ഈ അദ്വൈതം എന്ന ബോധം, എല്ലാം ഒന്നാണെന്ന ബോധം ഉണ്ടാകാതെ ഇരുന്നാൽ കർമ്മബന്ധം ഉണ്ടാവുകയും ചെയ്യും. അതിനാൽ ഈ ദ്വൈതാദ്വൈത സ്വരൂപത്തിൻ്റെ ശരിയായ ജ്ഞാനം എനിക്ക് ഉണ്ടാക്കി തരണം എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചപ്പോൾ ഭഗവാൻ അവസാനത്തെ ശ്ലോകത്തിൽ ഇങ്ങനെ പറഞ്ഞു ഇല്ലേ, ഇതെല്ലാം ഉണ്ടാവും, അതായത് ദ്വൈതാദ്വൈത ജ്ഞാനം ഉണ്ടായിക്കൊള്ളും, സൃഷ്ടിപ്രവർത്തികൾ കൊണ്ട് കർമ്മബന്ധമൊന്നും ഉണ്ടാകാനേ പോകുന്നില്ല, ഇങ്ങനെ ഭഗവാൻ അരുളി ചെയ്തു. ഇത് കേട്ട ബ്രഹ്മാവ് ഏറ്റവും സന്തോഷിച്ച് തന്നെ സ്വയം ആ ബ്രഹ്മാവിൻ്റെ മനസ്സിനിങ്ങനെ ഒളിഞ്ഞിരുന്നുകൊണ്ട് സൃഷ്ടിക്ക് ഭഗവാൻ പ്രേരിപ്പിക്കുകയാണ്. അപ്പോൾ ഇതാണ് 7ാം ദശകത്തിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത്. മേൽപ്പത്തൂര് ആ അത്ഭുത വിഗ്രഹം തൻ്റെ മനസ്സിലും തെളിഞ്ഞു വിളങ്ങണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഈ ദശകം അവസാനിപ്പിച്ചത്. ബ്രഹ്മാവിനെ അനുഗ്രഹിച്ച അവിടുന്ന് എന്നെ അനുഗ്രഹിക്കണേ ഗുരുവായൂരപ്പ എന്ന് പ്രാർത്ഥിച്ച് എനിക്ക് വർദ്ധിച്ച ആരോഗ്യത്തെ പ്രദാനം ചെയ്യണമേ അവിടുത്തെ ഭജിക്കാൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് 7ാം ദശകം അവസാനിപ്പിച്ചു. എന്നിട്ട് 8ാം ദിവസം, അതായത് 8ാം ദശകം എഴുതാൻ തുടങ്ങി. എഴുതി നമ്മുടെ മുമ്പിലുണ്ട് 8ാം ദശകം. നമുക്ക് നോക്കാം 8ാം ദശകത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് ശ്രദ്ധിക്കുക. അപ്പം 8ാം ദശകം എന്ന് പറഞ്ഞാൽ ഇത് അതായത് ബ്രഹ്മാവിൻ്റെ ആ നൈമിത്തിക പ്രളയവും നാഭികമലത്തിൽ നിന്ന് ബ്രഹ്മാവിൻ്റെ ആവിർഭാവവുമാണ്.
പറഞ്ഞിരിക്കുന്നത്. ശാലിനി വൃത്തത്തിലാണ് ഇത് എഴുതിയിരിക്കുന്നത്. എല്ലാ ശ്ലോകങ്ങളുമല്ല, രണ്ടാമത്തെ ശ്ലോകം വസന്തതിലകത്തിലാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ 8ാം ദശകത്തിലെ 1ാമത്തെ ശ്ലോകം നമുക്ക് നോക്കാം. ആ കഴിഞ്ഞ ദശകത്തിൽ വർണ്ണിച്ചിട്ടുള്ള ഹിരണ്യഗർഭൻ അല്ലെങ്കിൽ അഥവാ സ്വയംഭൂവായ ബ്രഹ്മാവ് എന്ത് ചെയ്തു എന്നാണ് ഇതിൽ വിവരിക്കുന്നത്. അതായത് എന്തെല്ലാം സൃഷ്ടികൾ നടത്തി, അതാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഏവം താവത് പ്രാകൃത പ്രക്ഷയാന്തേ ബ്രാഹ്മേ കൽപ്പേ ഹ്യാദിമേ ലബ്ധജന്മ ബ്രഹ്മാ ഭൂയസ്ത്വത്ത ഏവാപ്യവേദാൻ സൃഷ്ടിം ചക്രേ പൂർവകൽപ്പോപമാനാം. പ്രാകൃത പ്രക്ഷയാന്തേ ആദിമേ ഹി ബ്രഹ്മേ കൽപ്പേ ഏവം താവത് ലബ്ധജന്മ ബ്രഹ്മ ഭൂയഃ ത്വത്തഃ ഏവ വേദാൻ ആപ്യ പൂർവകൽപ്പോപമാനാം സൃഷ്ടിം ചക്രേ. ഇവിടെ പ്രാകൃത പ്രക്ഷയാന്തേ എന്ന് പറഞ്ഞാൽ നമുക്കറിയാതെ ആ പ്രാകൃത പ്രളയത്തിനെയാണ് ഉദ്ദേശിക്കുന്നത്, അല്ലേ? ഈ 8ാം ദശകത്തിലെ വിരാട് പുരുഷൻ്റെ ആ ജീവാത്മാവായ ഹിരണ്യഗർഭൻ ബ്രഹ്മാവ്, സ്വയംഭൂവാണ് ബ്രഹ്മാവ് എന്ന് പറഞ്ഞു. ആ ബ്രഹ്മാവ് പ്രാകൃത പ്രക്ഷയാന്തേ, അതായത് ഈ പ്രളയത്തിൻ്റെ മഹാപ്രളയത്തിൻ്റെ അവസാനത്തിൽ ആദികൽപ്പേ എന്ന് പറഞ്ഞാൽ ആദ്യത്തേതായ കൽപ്പം ബ്രാഹ്മകൽപ്പമാണ്. ആ ബ്രഹ്മകൽപ്പത്തിൽ ബ്രഹ്മേ കൽപ്പേ എന്ന് പറഞ്ഞാൽ ബ്രഹ്മകൽപ്പത്തിൽ, ആദ്യത്തെ ബ്രഹ്മകൽപ്പത്തിൽ ഏവം താവത് ലബ്ധജന്മ എന്ന് പറഞ്ഞാൽ ഇപ്രകാരം തനിക്ക് ലഭിച്ചിട്ടുള്ള ആ ബ്രഹ്മാവ് എന്ന ആ ജന്മം, അല്ലേ? തനിക്ക് ലഭിച്ചിട്ടുള്ള ആ ബ്രഹ്മകൽപ്പത്തിൽ, ആദ്യത്തേതായ ബ്രഹ്മകൽപ്പത്തിൽ തനിക്ക് ജന്മം ലഭിച്ച ആ സ്വയംഭൂവാണെന്ന് പറഞ്ഞു. ആ സ്വയംഭൂവായിട്ട് ജന്മം ലഭിച്ച ആ ബ്രഹ്മാവ് ത്വത്തഃ വേദാൻ, വീണ്ടും ആ ഭഗവാനിൽ നിന്നും വേദങ്ങളെ സ്വീകരിച്ചു. എന്നിട്ട് ആ സ്വീകരിച്ചിട്ട് പൂർവകൽപ്പങ്ങളെ, അതായത് ആ കഴിഞ്ഞുപോയ കൽപ്പത്തിൽ എന്താണ്, മുൻപത്തെ കൽപ്പത്തിൽ എന്ത് സംഭവിച്ചു എന്നൊക്കെ അറിഞ്ഞിട്ട് സൃഷ്ടിം ചക്രേ, സൃഷ്ടി ചെയ്തു. ഇത്രയുമേ ഉള്ളൂ ഈ ശ്ലോകത്തിൻ്റെ സാരാംശം. ഇത് വളരെ എളുപ്പമാണ്. ഏവം താവത് പ്രാകൃത പ്രക്ഷയാന്തേ ബ്രാഹ്മേ കൽപ്പേ ഹ്യാദിമേ ലബ്ധജന്മ ബ്രഹ്മാ ഭൂയസ്ത്വത്ത ഏവാപ്യവേദാൻ സൃഷ്ടിം ചക്രേ പൂർവകൽപ്പോപമാനാം. നമുക്ക് 2ാമത്തെ ശ്ലോകം നോക്കാം. സ്വയം ചതുർയുഗസഹസ്രമിതാന്യഹാനി താവന്മിതാശ്ചരജനിർബഹുശോ നിനായ നിദ്രാത്യസൗ ത്വയി നിലീയ സമം സ്വസൃഷ്ടൈർനൈമിത്തിക പ്രളയമാഹുരതോസ്യ രാത്രിം. സ്വയം, സഹ അയമാണ് സ്വയം. ചതുർയുഗ സഹസ്രം ഇതാനി അഹാനി താവന്മിതാഹ രജനീഹി ച ബഹുശഃ നിനായ അസൗ സ്വസൃഷ്ടൈ സമം ത്വയി നിലീയ നിദ്രാതി അതഃ നൈമിത്തിക പ്രളയം അസ്യ രാത്രിം ആഹു. സഹായം എന്ന് പറഞ്ഞാൽ ആ ബ്രഹ്മാവ്, ആ സ്വയംഭൂവായ ബ്രഹ്മാവ്, ആ 3 ലോകങ്ങളും വിരാട് പുരുഷൻ്റെ ജീവാത്മാവായ ഹിരണ്യഗർഭൻ എന്ന് വിളിച്ച ആ ബ്രഹ്മാവ് ചതുർയുഗ സഹസ്രം, ചതുർയുഗം എന്ന് പറഞ്ഞാൽ 4 യുഗം. ഏതൊക്കെയാണ് ആ യുഗം? അതായത് നമ്മൾ 5ാമത്തെ ദശകത്തിൽ അത് പറഞ്ഞിരുന്നു. കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം. ഈ ചതുർയുഗം, ഏവം ചതുർയുഗം, സഹസ്രം, 4 യുഗം മാത്രമല്ല, അത് സഹസ്രമാണ്, 1000 ചതുർയുഗമാണ്. 1000 ചതുർയുഗകാലമാകുന്ന പകൽ, ബ്രഹ്മാവിൻ്റെ ഒരു പകലെന്ന് പറഞ്ഞാൽ അപ്പോൾ 1000 ചതുർയുഗമാണ്. അതുപോലെ തന്നെ ആയിരിക്കില്ലേ അപ്പോൾ രാത്രിയും. രജനീഹി ച, രാത്രിയും അതുപോലെ തന്നെയാണ്. താവന്മിതാഹ, അത്രയും രജനി രാത്രിയാണ്. ബഹുശഃ നിനായ, ബഹുശഃ എന്ന് പറഞ്ഞാൽ പല പ്രാവശ്യം സൃഷ്ടിച്ചു. ഇങ്ങനെ ഓരോന്ന് ഓർത്തോർത്ത് ഇങ്ങനെ ആ പല പകലുകളും അത്രയും തന്നെ രാത്രികളും ഇത് ആവർത്തിച്ചു. അസൗ സ്വസൃഷ്ടൈ എന്ന് പറഞ്ഞാൽ തന്നെത്താൻ സൃഷ്ടിച്ചു, അല്ലേ? അസൗ സ്വസൃഷ്ടൈ സമം ത്വയ് നിലീയ നിദ്രാതി. എന്നിട്ട് എന്ത് ചെയ്തു? ത്വയ് നിലീയ നിദ്രാതി, നിദ്രയിൽ ലയിച്ചു. അങ്ങനെ പകലെല്ലാം സൃഷ്ടിച്ചിട്ട് രാത്രി എന്ത് ചെയ്തു? രാത്രി നിദ്രയിൽ ലയിച്ച് അങ്ങനെ ഭഗവാനിൽ ലയിച്ചു. അതിനെയാണ്
നൈമിത്തിക പ്രളയം അസ്യ രാത്രിം ആഹു എന്നാണ്. അതുകൊണ്ട് നൈമിത്തിക പ്രളയം അസ്യ, ആ ബ്രഹ്മാവിൻ്റെ രാത്രി എന്താണ് പറയുക? നൈമിത്തിക പ്രളയമായിട്ട് വിദ്വാൻമാർ പറയുന്നു. അസ്യ രാത്രിം ആഹു. ബ്രഹ്മാവിനെ ഈ വിദ്വാൻമാർ, അതായത് പണ്ഡിതന്മാർ, അറിവുള്ളവർ പറഞ്ഞതാണ്, നമ്മൾ പറയുന്നതല്ല. ആ ബ്രഹ്മാവിൻ്റെ ഒരു പകൽ എന്ന് പറഞ്ഞാൽ ഇത്രയും ആ 4 ചതുർയുഗ കാലമാകുന്ന പകൽ സമയം, അത്രയും തന്നെ രാത്രികാലങ്ങളും ഉണ്ട്. ആ പകൽ മുഴുവൻ സൃഷ്ടി നടത്തി താൻ സൃഷ്ടിച്ച ആ ലോകത്തോടുകൂടി ആ ബ്രഹ്മാവ് നൈമിത്തിക പ്രളയത്തിൽ മുങ്ങി അങ്ങനെ ഭഗവാനിൽ ലയിച്ചു. നൈമിത്തിക പ്രളയം 3 പ്രകാരത്തിലുണ്ടെന്നും ഞാൻ 5-ാം ദശകത്തിൽ പറഞ്ഞിരുന്നു. അപ്പോൾ പ്രളയം ഏതൊക്കെയാണ്? നൈമിത്തിക പ്രളയം, ആത്യന്തിക പ്രളയം, ബ്രഹ്മപ്രളയം. ഇവിടെ ബ്രഹ്മാവിൻ്റെ ഒരു ആയുഷ്കാലമാണ് ബ്രഹ്മകൽപ്പം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ബ്രഹ്മകൽപ്പം കഴിയുമ്പോൾ വീണ്ടും എന്ത് ചെയ്യും? ബ്രഹ്മാവ് നിദ്രയിൽ പ്രവേശിക്കും, ഇല്ലേ? ആ പ്രളയം ഉണ്ടാകും, മഹാപ്രളയം ഉണ്ടാകും അന്നേരം. അതാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഒരു രാത്രി നമ്മളെല്ലാവരും ദിവസവും നൈമിത്തിക പ്രളയത്തിലേക്ക് പോകുമെന്ന് പറഞ്ഞു, അല്ലേ? ഭഗവാനിലേക്കും അത് പറഞ്ഞിരുന്നു 5-ാം ദശകത്തിൽ. അത് തന്നെയാണ് ഇവിടെ ബ്രഹ്മാവിൻ്റെ കാര്യത്തിലും പറഞ്ഞിരിക്കുന്നത്. ഓരോ സൃഷ്ടിയും കഴിഞ്ഞ് പകൽ കഴിഞ്ഞ് രാത്രിയിൽ താൻ സൃഷ്ടിച്ച ആ ലോകത്തോടു കൂടിയാണ് ബ്രഹ്മാവ് ഭഗവാനിൽ ലയിച്ചുറങ്ങുന്നത്. അതുകൊണ്ടാണ് നൈമിത്തിക പ്രളയം എന്ന് ഇതിനെ വിദ്വാൻമാർ പറഞ്ഞിട്ടുള്ളത്. ഇത്രയും മതി ഇന്ന്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.